നമ്മുടെ നാട്ടിലെ ഒരു സൂര്യകാന്തി തോട്ടം കേട്ടോ. ഇത് കണ്ടോ, ഓച്ചിറ കരുനാഗപ്പള്ളിക്ക് ഇടയ്ക്കായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇത് കാണിക്കാനാണ് ഇന്നത്തെ ഞാൻ രാവിലെ ഈ വീഡിയോ എടുക്കുന്നത്. ചേട്ടന്റെ പേരെന്താ പറഞ്ഞത്? സഹദേവൻ. സഹദേവൻ. സ്ഥലം ഇവിടെ തന്നെയല്ലേ? അതെ അതെ, ഇതിന്റെ സ്കൂളിന്റെ നേരെ ഇവിടെയാണ്. ചാമളകരയിൽ 3 കിലോമീറ്റർ കിഴക്കോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തും. അപ്പൊ എല്ലാവർക്കും നമ്മൾ ഇതിനകത്ത് കയറി കാണണമെങ്കിൽ പാസ് വല്ലതും ഉണ്ടോ? എന്നാ 3 ആഴ്ച കൊണ്ട് ഫ്രീ ആയിരുന്നു. അപ്പം ആൾക്കാർ ഇത് ചവിട്ടി നശിപ്പിച്ചുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ കയറിയിട്ട് നമ്മുടെ സാധനങ്ങൾ ഒത്തിരി പോയി. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മള് ഒരാളിന് 50 രൂപ വെച്ച് മേടിക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കുന്നതിന് 50 ഫോട്ടോ എടുക്കുക. അതുപോലെ ചവിട്ടി നശിപ്പിക്കുന്നുണ്ട്, ഒടിച്ചു കളയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരു വിഷമമായിട്ടുണ്ട്. ഇത് കണ്ടോ, ചവിട്ടി താത്തിട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ചെറിയൊരു ഫീസ് ഇപ്പൊ എടുക്കുന്നുണ്ടല്ലേ? ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നതിന് മറ്റു കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, എല്ലാവരും വന്ന് കാണുന്നുണ്ട്. തിരക്കുണ്ടോ ഇതിന്? തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്. ഉച്ച കഴിഞ്ഞില്ലേ? ഇപ്പൊ രാവിലെ തന്നെ കണ്ടത് 7:45 8 മണി ആയപ്പോ തന്നെ അതേ ആളുകളൊക്കെ ഇത് വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ? ഈ ഒരു പൂവിന്റെ ആ ഒരു ഭംഗി കാണാന്. കാരണം നമ്മൾ സൂര്യകാന്തി പൂവൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലേ കേരളം വിട്ട് പോയിട്ടാണ് കൂടുതൽ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രദേശത്ത് കരുനാഗപ്പള്ളി ഓച്ചിറ ഏരിയയിൽ നമുക്ക് ഈ ഒരു കൃഷി ചെയ്ത ഈ ഒരു ചേട്ടൻ നല്ല അടിപൊളിയാണ് കേട്ടോ ചേട്ടാ. അത് പൂവൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത് തന്നെ കാണുവാനായിട്ട് നമ്മുടെ പ്രദേശത്ത് തന്നെ ഇങ്ങനെ ഒരു ഒരുപാട് ഏരിയ ഇല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം നമുക്ക് കണ്ടു നിന്ന് ആസ്വദിക്കാൻ പറ്റിയ ഒരു ലൊക്കേഷനിൽ കിട്ടിയത് തന്നെ ഭാഗ്യം. ചേട്ടന്റെ പേര് സഹദേവൻ അല്ലേ? ഇവിടെ തന്നെ ഉള്ളതാണ്. അപ്പൊ സ്ഥിരമായിട്ട് ഇനി ഈ ഒരു കൃഷി തുടരുക കേട്ടെ? ചെയ്യും. ഓണത്തിന് മുമ്പ് എവിടെയെങ്കിലും ഒന്ന് കണ്ടിരിക്കുന്നു. ഇനി ഓണത്തിന് മുമ്പ് ഇനി അടുത്തൊരു കൃഷി എവിടെയെങ്കിലും ചെയ്യും? തീർച്ചയായിട്ടും ചെയ്യും. തീർച്ചയായിട്ടും ഇല്ലേ? ഇതിനു മുമ്പ് എള്ളു കൃഷിയൊക്കെ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നേട്ടമായിരുന്നു, കുഴപ്പമൊന്നുമില്ല. നല്ല അടിപൊളിയായിരുന്നു. നമ്മളെ അധ്വാനമായിട്ട് ഇതിലേക്ക് മാറിയത് എന്തുകൊണ്ടാ? അങ്ങനെയില്ല, രസം തോന്നി, ഒരു വെറൈറ്റി ആയിട്ട് കൃഷി ചെയ്യാന്ന് തോന്നിയത് കൊണ്ട് ഇത് ചെയ്തതാണ്. ഞാൻ സാധാരണ ചെയ്തോണ്ടിരുന്ന എള്ള ഈ പ്രാവശ്യമാണോ ഈ ഒരു കൃഷി? അതെ, ഈ പ്രാവശ്യമാണ് സൂര്യകാന്തി കൃഷി ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് കിട്ടിയില്ല, വിത്ത് കിട്ടിയില്ല. ഇങ്ങനെ തണ്ണുമത്തന്റെ അരികെ പോയായിരുന്നു, കിട്ടിയില്ലായിരുന്നു. ഇത് പിന്നെ സ്ഥലം നമ്മുടെ അല്ലേ, ഇവിടെ അമ്പുജൻ ടീച്ചറുടെ കുന്നലെ സാറാണ് എനിക്ക് എല്ലാ വർഷവും തരുന്നതാണ്. വർഷങ്ങളായിട്ട് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതിന് വാടകയൊന്നും മേടിക്കാറൊന്നുമില്ല, ഫ്രീയായിട്ടാണ്. അപ്പൊ അങ്ങനെ കൃഷി ചെയ്തതാണ് ഈ പ്രാവശ്യം അല്ലേ? ഇതിപ്പോ എത്ര ദിവസമായി ഇതിങ്ങനെ ഒരു പൂവൊക്കെ വിരിഞ്ഞ് ഇങ്ങനെ ഈ ഒരു കാണാൻ ഭംഗിയുള്ള രീതിയിലായിട്ട്? 2.5 മാസം. 2.5 മാസമായി വിതച്ചിട്ട്. 2.5 മാസമായുള്ളൂ ഈ ഒരു കൃഷി ചെയ്തിട്ട്? അതെ അതെ. ഇപ്പൊ 2.5 മാസം കൊണ്ട് ഈ ഒരു ഹൈറ്റ് വന്നിട്ട് ഈ ഒരു പൂ ഇത്രയും ഇതാവും അല്ലേ? അപ്പൊ ഇത് എത്ര നാൾ കഴിയുമ്പോഴേ നമുക്ക് ഇത് വിളവെടുക്കാനായിട്ട്? 10-15 ദിവസം കൂടെ കഴിയുമ്പോൾ 3 മാസം ആകുമ്പോൾ നമുക്ക് എടുക്കാം. 3 മാസം ആകുമ്പോൾ വിളവെടുക്കാം. അപ്പൊ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കൃഷി ചെയ്ത് വിളവെടുക്കുന്ന ഒരു രീതി തന്നെയാണ്. ഇപ്പൊ നമ്മുടെ ഏരിയയിലേക്ക് എന്ന് പറഞ്ഞാൽ കരുനാഗപ്പള്ളി അല്ലെങ്കിൽ ഓച്ചിറ കായംകുളം ഏരിയയിലേക്ക് അടുത്ത് കാണാനായിട്ട് പറ്റിയ ഒരു സൂര്യകാന്തി തോട്ടം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഈ ഒരു ചേട്ടനാണ് ഇത് കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനു മുമ്പ് നമ്മുടെ കൊട്ടാരക്കര ഏനാത്തിനടുത്ത് ഇതുപോലെ ഒരു തോട്ടം കഴിഞ്ഞ വർഷം ഇതുപോലെ ഞാൻ വീഡിയോ ഒക്കെ കണ്ടിരുന്നു. അപ്പൊ നമ്മുടെ ഈ ഒരു അടുത്ത പ്രദേശത്ത് ഇപ്പം ഇതല്ലാതെ വേറെ ഇവിടെ അടുത്ത ഏരിയയിലൊന്നും കൃഷി ചെയ്ത് കണ്ടില്ലല്ലോ, ഇതുവരെ നമ്മളൊന്നും കണ്ടില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഈ അടുത്ത ഏരിയ കിട്ടിയിരിക്കുന്നത് അല്ലേ? സുഹൃത്തുക്കളെ, ഈ ലൊക്കേഷൻ വരുന്നതേ നമ്മുടെ ഓച്ചിറയിൽ നിന്ന് വരുവാണെങ്കിൽ ഒരു 3 കിലോമീറ്റർ തെക്ക് കരുനാഗപ്പള്ളി സൈഡിലേക്ക് പോകുമ്പോൾ ചങ്ങൻകുളങ്ങര എന്ന് പറയുന്ന സ്ഥലം, അവിടുന്ന് കിഴക്കോട്ട് ഒരു 3 കിലോമീറ്റർ പോകുമ്പോൾ മടത്തിൽക്കാരായ്മ, നമ്മുടെ മടത്തിൽ സ്കൂളുണ്ട്. ആ സ്കൂളിന്റെ ബിൽഡിംഗ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ആ സ്കൂളിന്റെ നേരെ തെക്ക് വശത്തായിട്ടാണ് ഈ ഒരു വയൽപ്പാടത്തിലാണ് ഈ ഒരു കൃഷി അവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്ത് ഭംഗിയാണെന്നറിയോ? ഞാൻ രാവിലെ 7:45 ഞാൻ ചെല്ലുന്ന സമയത്ത് അവിടെ ആൾക്കൂട്ടം ആയി കഴിഞ്ഞു കേട്ടോ. ഞാൻ രാവിലെ തന്നെ ചെല്ലാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ വെയിൽ ഉദിക്കുന്നതിന് മുമ്പേ കാണാനൊരു കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും. പിന്നെ വെയിലത്താകുമ്പം അതിന്റെ ഒരു ഇത് മാറ്റം ഉണ്ടാവുമല്ലോ. അപ്പൊ രാവിലെ തന്നെ നല്ല തണുപ്പോട് കൂടി ചെന്ന് കാണാമെന്ന. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേന് ഒരുപാട് ആൾക്കാർ, നമ്മുടെ നാട്ടുകാരും ദൂരെ നിന്നുള്ളവരും ഒക്കെ വന്ന് ഈ പൂക്കൾ ഇങ്ങനെ കണ്ട് ആസ്വദിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ, അതായത് നമ്മുടെ ഈ ഒരു കായംകുളം കരുനാഗപ്പള്ളി ലൊക്കേഷനിൽ ഇതുപോലെ ഒരു പൂന്തോട്ടം ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതിനു മുമ്പ് നമ്മുടെ കൊട്ടാരക്കര ഏനാത്ത് ഇതുപോലൊരു വയലിൽ ഇതുപോലെ കഴിഞ്ഞ വർഷം ഞാൻ കണ്ടിരുന്നു. അപ്പൊ ഇതിനകത്ത് കാണുമ്പോഴേ ഞാൻ അതിനകത്ത് കയറി കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഈ പൂവിനകത്ത് നമ്മുടെ തേനീച്ചകളൊക്കെ വന്നിരുന്ന് തേൻ കുടിക്കുന്നത് പോലെ, അഥവാ അതിനകത്ത് കുറെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാൻ. അപ്പൊ ഇതിന് ഇനി ഒരു 1-2 ആഴ്ചയും കൂടെ അവർ പറഞ്ഞത്, ഒരു 1-2 ആഴ്ചയും കൂടെ ഇതിന് വേണം, ഇതിന്റെ ആ ഒരു ഫലം കംപ്ലീറ്റ് ആയിട്ട് വരാനായിട്ട്. ഞാൻ ചെന്ന് എന്റെ വീഡിയോ ഒക്കെ എടുത്ത് ലാസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ 8-10ഓളമായി. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് കാണാം ജനക്കൂട്ടം വന്നു കഴിഞ്ഞു കേട്ടോ. ഇന്ന് രാവിലെയാണ് ഞാൻ പോകുന്നത്. ജനക്കൂട്ടം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ പോരുന്ന സമയം വരെ.
ആൾക്കാർ ഇങ്ങനെ വന്ന് കണ്ടുകൊണ്ടേയിരിക്കും. നല്ല രസമാണ്. കുട്ടികളുണ്ട്, അതുപോലെ തന്നെ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോട്ടോ ഇടുന്നവർ, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാർ വന്നിരുന്ന് ഇതിനകത്ത് വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ പല ആൾക്കാരും ഇതിനകത്തൊക്കെ കയറി പോകുമ്പം ചെടികളിലൊക്കെ തൈകളിലൊക്കെ ചവിട്ടാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് സൂക്ഷിക്കുക. കാരണം അവർ അത്രയും കെയർ ചെയ്ത് ഈ ചൂട് സമയത്ത് ഇത്രയും വെള്ളം ഒഴിച്ച് ഇതിനെ വളർത്തിയെടുത്ത്, അപ്പോൾ അത് നമ്മൾ എപ്പോഴും അവരെ നമ്മൾ ബഹുമാനിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് പോകുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം ഇതൊന്നും നശിപ്പിക്കാതിരിക്കാൻ. കാണാൻ എന്ത് നല്ലതാണെന്ന് അറിയോ? എനിക്കിത് വളരെ നല്ല സന്തോഷം തോന്നി. കാരണം നമ്മൾ ഏതൊക്കെയോ സിനിമകളിലാണ് ഇതുപോലെയുള്ള സൂര്യാന്തി പൂക്കളുടെ ആ ഒരു ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അധികം കണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതിങ്ങനെ കൃഷി ചെയ്യാൻ അദ്ദേഹത്തിന് തോന്നിയ ആ മനസ്സ്, അത് വളരെയധികം നല്ലതാണ്. നല്ല രസമുണ്ട് കേട്ടോ ഓരോ പൂക്കളും. അതുപോലെ തന്നെ രാവിലെ സൂര്യൻ ഉദിച്ചിരിക്കുന്ന ആ ഒരു ദിശയിലേക്ക് എല്ലാ പൂക്കളും ഒരേ പൊസിഷനിൽ നിൽക്കുന്ന കാണാൻ എന്ത് രസം അറിയോ? ഇത് കിഴക്ക് സൈഡിൽ നമ്മുടെ സൂര്യൻ ദൈവം ഉദിച്ച് നിൽക്കുന്നുണ്ടോ? അപ്പൊ ആ ഒരു ദിശയിലേക്ക് നമ്മുടെ ഈ പൂക്കളൊക്കെ എല്ലാ പൂക്കളും നിങ്ങൾ നോക്കിയേ. ഞാൻ അതിന്റെ ബാക്ക് സൈഡിൽ പോയി ഇരുന്ന് എടുത്ത ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ. അപ്പൊ അതിന് കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ പൂക്കളും ഒരേ ദിശയിൽ ഇതേ സൂര്യനെ ഫേസ് ചെയ്ത് നിൽക്കുന്നുണ്ടോ? വളരെ എന്ത് നല്ല രസം അറിയോ കാഴ്ചകൾ. കാരണം എന്ത് അനുസരണ കൂടി എല്ലാം കിഴക്കോട്ട് നോക്കിയിരിക്കുന്നുണ്ടോ? എന്ത് രസം, ഭംഗിയുണ്ട് കേട്ടോ, ഭയങ്കര രസം. കുറച്ചേ ഉള്ളൂ എങ്കിലും, അതായത് നമ്മുടെ ഈ വയലിൽ ഒരുപാട് തോട്ടങ്ങളില്ല, എന്നാൽ പോലും അദ്ദേഹം ആ കിട്ടിയ ആ ഒരു അവസരം അത് നല്ല രീതിയിൽ വിനിയോഗിച്ചു എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പുള്ളിക്കാരൻ വേറെ കൃഷികളിലാണ് ഏർപ്പെട്ടിരുന്നത്. ഈ പ്രാവശ്യം അദ്ദേഹത്തിന് തോന്നിയത് ഈ ഒരു കൃഷിയാണ്. അപ്പോൾ ഇത് കൃഷി ചെയ്തത് കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സിന് സന്തോഷം, അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാർക്ക്, നമ്മുടെ കുട്ടികൾക്ക് ഇതൊക്കെ ഒന്ന് നേരി കാണുവാനുള്ള ഒരു ഭാഗ്യം കൂടെ ഉണ്ടായി കേട്ടോ. ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാർ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. രാവിലെ മുതൽ ഉച്ച കഴിഞ്ഞാണ് കൂടുതലും വരുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ വെയിൽ ആറുന്ന സമയത്തായിരിക്കും കൂടുതലും ആൾക്കാർ വരുന്നത്. എന്ത് രസമാണെന്നറിയോ? ഫോട്ടോ ഒക്കെ എടുക്കാൻ ഇഷ്ടംപോലെ ആൾ വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ്. ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഓച്ചിറ കരുനാഗപ്പള്ളിക്ക് ഇടയിലാണ്. ഓച്ചിറയിൽ നിന്ന് വരുവാന്നുണ്ട് ഒരു 3 കിലോമീറ്റർ കരുനാഗപ്പള്ളി സൈഡിലേക്ക് ചങ്ങംകുളങ്ങര ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകാൻ 3 കിലോമീറ്റർ നമ്മുടെ മഠത്തിൽ സ്കൂളിന് തെക്ക് വശത്തായിട്ടാണ്. സാധാരണ രീതിയിൽ എൻ്റെ ചാനലിൽ ഞാൻ ടെക്നിക്കൽ പരമായിട്ടുള്ള വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതയാണ്. കാരണം പ്രകൃതിയുടെ ആ ഒരു ഭംഗി കാണാനുള്ള ആ ഒരു ആഗ്രഹം, അതുപോലെ തന്നെ കണ്ട് ആസ്വദിക്കാൻ, നമ്മുടെ ഏരിയയിൽ ഇതൊക്കെ കാണുവാനുള്ളവർക്ക് വീണ്ടും വീണ്ടും കാണുവാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടതിന് നന്ദി.